എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നാട്ടിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. എനിക്കറിയാം. അതിൻ്റെ കൂടെ കുറേ ഏജൻസിക്കാർ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വിളിക്കും. കസക്കിസ്ഥാൻ, ഉക്രൈൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, ജോർജിയ, ഇവിടെയൊക്കെ ലോ പാക്കേജിൽ അഡ്മിഷൻ എടുത്തതാണെന്ന് പറയും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബ്ലോക്ക് ആക്കിയാലും വീണ്ടും 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 ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. സോ ഞാനാണ് ഡോക്ടർ അപർണ ആനന്ദ്. എന്നെ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത്. എൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് ഗോയിങ് ക്ലാസ് വീഡിയോസും കുറച്ച് വേറെ കുറേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്നില്ല. ഇത് ഇസ് ഓൾ അബൌട്ട് MBBS എബ്രോഡ്. അതിനെപ്പറ്റി മാത്രമുള്ള വീഡിയോ ആണ്. ഞാനൊരു ഏജൻസിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഒരു ഏജൻസി ഒരു പ്ലേസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എപ്പോഴും നിങ്ങൾ MBBS പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ബേസിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്തിരിക്കും. മെസ്സേജ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ പേരും നിങ്ങൾ എവിടെ നിന്നുള്ളതെന്നും പറയണം. സോ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. NMC നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ കുറച്ചധികം ഗൈഡ് ലൈൻസ് നമുക്കുണ്ട്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നിലവിലെ ഗൈഡ് ലൈൻസിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണോ MBBS ചെയ്യുന്നത്, ഞാൻ നാട്ടിലെ കാര്യമല്ല പറയുന്നത്, എബ്രോഡിലെ കാര്യമാണ്. കാര്യം നീട്ടുന്നുള്ളൊരു എക്സാം എത്രത്തോളം ടഫായിരുന്നു എന്നുള്ളതും എങ്ങനെ അത് സർവൈവ് ചെയ്യണമെന്നുള്ളതും ഒരുപാട് സ്ട്രഗിൾ ഒരു വ്യക്തി ഞാനും കൂടെ. നമ്മുടെ മുമ്പിൽ പ്ലാൻ A വർക്കായില്ലെങ്കിൽ പ്ലാൻ B ചൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. കാര്യം ഇപ്പോൾ തുടങ്ങും കുറച്ച് നെയ്ബേഴ്സ് എല്ലാം അങ്ങോട്ട്, മോളെ നാട്ടിൽ കിട്ടുമോ, അതോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമോ? ഇപ്പോൾ കുറച്ച് ആൾക്കാർ എബ്രോഡൊന്നും പോകരുത്, എവിടെയൊക്കെ പോയി പഠിച്ചു നാട്ടിൽ അതിന് വാല്യൂ ഇല്ല, വെറുതെ കൊച്ചിൻ ലൈഫ് പോക്കാം. പിന്നെ കുറച്ച് റിലേറ്റീവ്സ് വെളിയിലൊന്നും കൊച്ചിനെ എവിടെ ഇരുന്ന് വെളിയിലിട്ട് പഠിപ്പിക്കാനേ പാടില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ, ഈ പറയുന്ന സകല ആൾക്കാരും എൻ്റെ ലൈഫിൽ കൂടെ പോയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മുടെ ഫ്രണ്ട് വന്ന് കൺസൾട്ടിങ് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ. അതാണ് നമ്മുടെ സക്സസ്. സോ ഫസ്റ്റ് നമ്മൾ നീറ്റ് എക്സാം എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് 4-5 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. നാട്ടിൽ കിട്ടിയവരെ എനിക്കറിയാം. ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് വെളിയിൽ പോയി പഠിച്ചവരെ അറിയാം. നാട്ടിൽ വന്ന് അങ്ങനെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഒരിക്കലും വെളിയിൽ പോയി പഠിക്കുന്നവർ തെറ്റല്ല. അതൊക്കെ നമ്മുടെ ഓൺ ചോയ്സാണ്. ഒരാൾ നമ്മുടെ ലൈഫിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവാതിരിക്കാൻ നോക്കുക. അതിപ്പോൾ ഏജൻസിക്കാരായിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളും ആയിരിക്കണം ഡിസിഷൻ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ വെളിയിൽ പഠിച്ചതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചി എല്ലാവരും വെളിയിൽ പഠിച്ചവരാണ്. അവരത് പോയി അവർക്കത് ഓക്കെ ആയി തോന്നി, നാളെ ഞാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ പേരൻസ് എന്നെ വിട്ടത്. എനിക്കതിനുള്ള റിഗ്രറ്റ്സും ഇല്ല. സീരിയസ്ലി ഞാൻ പറയുവാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ സ്കൂൾ ലൈഫിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ചാൻസും കൂടെ കിട്ടിയ എനിക്ക് വീണ്ടും പോയി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് ഞാൻ വെളിയിൽ പോയി പഠിച്ച എൻ്റെ കോളേജ് ലൈഫ് മാത്രമാണ്. അത് ഒന്നാമത്തെ കാര്യം, ഭയങ്കര ഹെക്റ്റിക് അല്ലായിരുന്നു. എല്ലാം ഫോളോ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയി എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു. ലൈവ് എന്താണെന്ന് ആ ചെറിയ പ്രായത്തിലേ പഠിക്കാൻ പറ്റി. സോ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വെളിയിൽ പഠിച്ചു എന്നുള്ള രീതിയിൽ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുമ്പോഴോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊന്നും ആരുടെ കയ്യിൽ നിന്നും എനിക്കൊരു ഡിസ്ക്രിമിനേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ലീവില്ലാത്ത ആൾക്കാർ കാണും, അതെല്ലായിടത്തും ഉണ്ടല്ലോ. എന്നാലും ഞാൻ ഒരു പേഷ്യൻ്റെ ഫ്രണ്ട് വന്നിരിക്കുമ്പോൾ ഞാൻ വെളിയിലാണോ അതോ നാട്ടിലാണോ പഠിച്ചെന്ന് ചോദിക്കാറില്ല. അതൊക്കെയാണ്. അല്ലാതെ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ വെളിയിൽ പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളാരും പുച്ഛിക്കാൻ പോകുന്നില്ല. ആ പറയുന്നത് തന്നെ ആയിരിക്കും നാളെ നമ്മുടെ മുമ്പിൽ പേഷ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് നമ്മുടെ വിജയം. സോ ദാറ്റ് ഗൈഡ് ലൈൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ ഏത് കോളേജ്, കുറേ ആൾക്കാർ കുറേ കോളേജ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഏത് കോളേജ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എബ്രോഡിൽ മിനിമം 54 months നിങ്ങളുടെ MBBS ഉണ്ടായിരിക്കണം. അതായത് കോഴ്സ് ഡ്യൂറേഷൻ മിനിമം 54 months. അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ 4.5 വർഷമല്ല, അതുപോലെ അത് കൂടാതെ നമ്മൾ 1 year ഇൻറ്റേൺഷിപ്പും ചെയ്യണം. ഇതാണ് പുതിയ റൂള്. സോ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് മാത്രം നിങ്ങൾ എടുക്കുക. ഫുള്ളി ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം, WHI NMC അപ്രൂവ്ഡ് ആയിരിക്കണം. അതുപോലെ ഈ 1 year ഇൻറ്റേൺഷിപ്പ് സെപ്പറേറ്റ് പ്രൊവൈഡിങ് ചെയ്യണം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ.
നമ്മൾ ഏത് കൺട്രിയിലാണോ പഠിച്ചിറങ്ങുന്നത് അവിടുത്തെ ലൈസൻസ്, അതായത് അവിടെ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടിയിരിക്കണം, അവിടെ നമ്മൾ നാളെ വർക്ക് ചെയ്യാൻ എലിജിബിൾ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിലവിലുള്ള റൂൾസ്. ഓക്കെ, അതിനെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. സോ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കോളേജിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് സെപ്പറേറ്റ് 1 ഇയർ ഇന്റേൺഷിപ്പ്, 12 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ ഇന്റേൺഷിപ്പ് സെപ്പറേറ്റ്. നമ്മുടെ നാട്ടിൽ 1 ഇയർ ഇന്റേൺഷിപ്പാണ് വരുന്നത്, നാട്ടിൽ പഠിച്ചവർക്കൊക്കെ. സോ സെയിം ലൈക്ക് ദാറ്റ്. അതുപോലെ ലൈസൻസിങ് എക്സാം, അത് ചിലപ്പോൾ മേ ബി അവിടുത്തെ ലാംഗ്വേജിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കാം, ഡിപ്പെൻസ്. അതുപോലെ ദെൻ ഈ പറഞ്ഞതുപോലെ 1 ഇയർ ഇന്റേൺഷിപ്പ് സെപ്പറേറ്റ് വേണം. 54 അല്ലെങ്കിൽ 4.5 വർഷം നമ്മുടെ കോഴ്സ് ഡ്യൂറേഷനും വേണം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കണം. കാര്യം കുറച്ചധികം പ്ലേസിലൊക്കെ ആണെങ്കിൽ അവർ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി വലിയ ക്ലാരിഫിക്കേഷൻ, അതൊക്കെ 7 വർഷമൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ 5 വർഷവും 1 ഇയർ ഇന്റേൺഷിപ്പ് സെപ്പറേറ്റ് വരുന്ന രാജ്യങ്ങളും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്, കോളേജ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരാം. സോ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കണം. ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത്, ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. സോ എനിക്കൊരു കോൾ വന്നേ. അപ്പോൾ അടുത്ത കാര്യം FMG എക്സാമിൻ്റെ കാര്യം. ടെസ്റ്റ് ആണോ FMG ആണോ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എനിക്കറിയില്ല. ബട്ട് ഇപ്പോഴത്തെ ഇത് വെച്ച് FMG എക്സാമാണ്. നമുക്ക് 300 ക്വസ്റ്റ്യൻസ് കാണും. ടഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏത് എക്സാം ഈസി ആയിട്ടുള്ളത്? സോ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ ഇരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പം നിങ്ങളൊരു ഇന്റേൺഷിപ്പ് കയറുന്ന സമയത്തോ, അല്ലെങ്കിൽ അവിടുത്തെ ഇന്റേൺഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു 5th ഇയർ ഒക്കെ ആകുമ്പോഴേക്കും പയ്യെ സ്റ്റാർട്ട് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. എടുത്ത് 2 hours പെർ ഡേ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഉള്ളൊരു നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ 6 months കോഴ്സസ് അവൈലബിൾ ആണ്. കയറുക, എക്സാം ക്ലിയർ ചെയ്യുക. പിന്നെ ആകെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കില്ല. 150 മതി നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട്. അത് വലിയ കാര്യമാണ്. സോ അതാണ് FMG എക്സാമിനെ പറ്റി പറയാനുള്ളത്. സോ ഇനിയുള്ള ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പല ബഡ്ജറ്റിലും പല യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. ഇതിലിപ്പം 35-30 lakh 20, ഇതൊക്കെ ഞാൻ പറഞ്ഞ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഡിക്കൽ അടിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഇത് പിന്നെ നമ്മുടെ മന്ത്ലിയുള്ള എക്സ്പെൻസോ അല്ലെങ്കിൽ മെസ്സോ പ്രോസസ്സിംഗ് ചാർജൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പോൾ പ്രോസസ്സിംഗ് ചാർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 3 lakhലൊക്കെ നിൽക്കുന്ന പ്രോസസ്സിംഗ് ചാർജ്, ഇൻക്ലൂഡിങ് ടിക്കറ്റ്സ് വരുന്നതൊക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതായത് അഡ്മിഷൻ, നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ടിക്കറ്റ്സ് 3 lakh വരാറുള്ളൂ. പിന്നെ ഈ പറയുന്നതുപോലെ ഫീസിൻ്റെ കാര്യം, ചില കോളേജിലൊക്കെ നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊക്കെ 3 തവണയായിട്ടോ 2 തവണയായിട്ടോ 1 തവണയായിട്ടൊക്കെ ഫീസ് അടയ്ക്കാൻ പറ്റും. ചിലയിടത്തൊക്കെ ലൈക്ക് 1 time ആയിട്ട് ഫുള്ളായിട്ട് പേ ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷേ ആ റിസ്ക് എടുക്കണോ ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ലോൺ എടുത്ത് പോകുന്ന കാര്യം, എല്ലാ കോളേജിലും ലോണ്, ലൈക്ക് എല്ലാ പ്ലേസിലും നമുക്ക് കോളേജിൽ ലോൺ ഇപ്പം കിട്ടാറില്ല. കിട്ടുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കാര്യം ഇതൊക്കെ വലിയ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാം കൂടി ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. സോ അത് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു 30 lakh നമുക്കൊരു ഇൻസ്റ്റാൾമെൻറ്റ് 3 വട്ടമൊക്കെ അടയ്ക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ലൈക്ക് അഡ്മിഷൻ പോലും പോസിബിൾ ആണ്, എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പം അതാണ് ആ കാര്യങ്ങൾ. പിന്നെയുള്ള ബുക്സിൻ്റെ ഒരു കാര്യം, നമുക്ക് ആക്ച്വലി സെമിസ്റ്റർ വൈസ് എല്ലാം ബുക്സ് കൊണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ PDF ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നെല്ലാം അതിന് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. അവിടെ നമുക്ക് എല്ലാം സെമിസ്റ്റർ വൈസ് പ്രൊവൈഡ് ചെയ്യും. എക്സാമിൻ്റെ കാര്യം, അവിടുത്തെ രീതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മന്ത്ലി റേറ്റിംഗ് വെച്ചിട്ടാണ്. അതായത് ഇന്ന് പഠിപ്പിക്കാൻ നാളെ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാ എക്സാംസും ഔട്ട് ഓഫ് 5 ആയിരിക്കും കണ്ടക്ട് ചെയ്യാറുള്ളത്. 5 നമുക്ക് പുച്ഛിക്കേണ്ട, ഈ 5 വലിയ വാല്യൂ ഉണ്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിൽ 1 ഉം 2 എന്ന് പറഞ്ഞാൽ ഫെയിൽ ആയിരിക്കും. 3 is like satisfactory, 4 എന്ന് പറയുമ്പം ഗുഡ്, ആൻഡ് 5 എന്ന് പറയുമ്പോൾ എക്സലൻറ്റ്. അപ്പം എല്ലാ ക്ലാസ്സിലും നമ്മൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുകയും എല്ലാ ക്ലാസ്സിലും നല്ല സ്കോർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി അല്ല, എല്ലാ ക്ലാസ്സിലും നമ്മൾ 5 മേടിക്കുകയാണെങ്കിൽ നമുക്ക് വിത്തൗട്ട് എനി എക്സാം നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് സ്ട്രേറ്റ് എൻട്രിയും കിട്ടും. അത് പൊളിച്ചല്ലേ, പക്ഷെ പഠിക്കാം. അതാണ് അവിടുത്തെ രീതികൾ. നമുക്ക് ഒരു എക്സാം ഫെയിലായി കഴിഞ്ഞാൽ 3 അറ്റംപ്റ്റ് വരെയൊക്കെ നമുക്ക് തരാറുണ്ട്. ഇവിടുത്തെ പോലെ ഒന്ന് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ട. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാതിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പഠിച്ച് പൊയ്ക്കോണം, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്ത് പോവുക. സോ ഇതാണ് നമ്മുടെ അവിടുത്തെ ലൈഫ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റ് വൈസൊക്കെ ക്ലാസ്സസ് ഒക്കെ വരുമ്പം കുറച്ചും കൂടി നമുക്ക് പേഷ്യൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ അങ്ങനത്തെയാണ് അവിടുത്തെ രീതികളൊക്കെ. ഇവിടെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ പേഴ്സണൽ റിവെഞ്ച് വെച്ചൊന്നും ആരോട് പെരുമാറില്ല, പ്രത്യേകിച്ച് ടീച്ചേഴ്സിൻ്റെ കേസ്. ഫോറിനേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ രീതിയായിരിക്കും നമ്മളെ കാണുന്നത്.
നമ്മളെങ്ങനെയാണോ അവരോട് പെരുമാറുന്നത് ആ രീതിയിലായിരിക്കും നമ്മളോട് അവരുടെ കാണിക്കുക. അല്ലാതെ ഒരു പേഴ്സണൽ ഇത് വെച്ച് ഇന്റേണൽ മാർക്കിന് വേണ്ടിയിട്ട് ടോർച്ചർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളാണ്. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ എബ്രോഡ് പഠിക്കുവാണെങ്കിൽ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ മാക്സിമം 12 അല്ലെങ്കിൽ 10 സ്റ്റുഡൻസേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അറ്റൻഷൻ കിട്ടും. ഉഴപ്പാനൊന്നും പറ്റത്തില്ല. സോ പിന്നെ കലാകാരൻ ഓഫ് കോഴ്സ് നിങ്ങൾ അനാട്ടമി ക്ലാസ്സിലൊക്കെ കലാവേഴ്സ് ഇല്ലാതെയാണ് നിങ്ങൾ പഠിക്കുന്നത്. എനിക്കറിയുന്ന കോളേജിലൊക്കെ കലാവേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ആം, പക്ഷെ അങ്ങനെ ഇല്ലാത്ത കോളേജ് ഉണ്ടെന്നൊക്കെ ഞാൻ റീസെൻ്റ്ലി കേട്ടു. മേ ബി കാണുമായിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണൽ ഇത് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചോദിക്കുന്ന എക്സ്പെൽ റേറ്റ് ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ കുറച്ചധികം ഏജൻസിക്കാർ കുറേ വർഷങ്ങളായിട്ട് ഒരു പർട്ടിക്കുലർ 2-3 യൂണിവേഴ്സിറ്റി മാത്രം അഡ്മിഷൻ ചെയ്ത് വിടുന്നുണ്ട്. അവിടെയൊക്കെ നല്ല എക്സ്പെൽ റേറ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗ്യം തന്നെയാണ്. അത് കഴിഞ്ഞാൽ തിരിച്ചു പോരേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. അതായത് ഒരു കോളേജ് ചിലപ്പോൾ മാക്സിമം 100 സീറ്റ് അല്ലെങ്കിൽ 150 സീറ്റൊക്കെ ആയിരിക്കും. അതിൽ കൂടുതലായിരിക്കും ഇവിടുന്ന് കുട്ടികൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ബാക്കിയുള്ളൊരു പയ്യെ ഫിൽറ്റർ ചെയ്ത് പറഞ്ഞു വിടും. അതാണ് റിയാലിറ്റി. ഇത് വെളിയിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ബഡ്ജറ്റ് കുറഞ്ഞ് കുറച്ചധികം ആൾക്കാർ അഡ്മിഷൻ ചെയ്യുന്ന കോളേജസ് ഒന്നും നോക്കാതിരിക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഭയങ്കര ഡീപ്പായിട്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതായത് മാക്സിമം നമുക്ക് ഫീസ് കുറച്ച് ഇൻസ്റ്റാൾമെൻറ്റിലൊക്കെ ലോണൊക്കെ എടുത്തിട്ട് പോകാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. മെസ്സേജ് ഇട്ടാൽ മതി. സോ എൻ്റെ പേര് അപർണ ആനന്ദ് എന്നാണ്. നിങ്ങളുടെ പേരും കൂടി മെൻഷൻ ചെയ്താൽ മതി.